എല്ലാവർക്കും നമ്മുടെ ടെക് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാലിഫോർണിയ സ്ട്രീമിംഗ് ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ഇവന്റ് ആണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഇന്ന് നടക്കാൻ പോവുകയാണ്. എന്തായാലും ഐഫോൺ 13 സീരീസിലുള്ള എല്ലാ മൊബൈൽ ഫോണുകളും ഇന്ന് അവർ റിവീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഐഫോൺ 13 സീരീസിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള അവരുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 ആണ്. കാരണം 12 സീരീസ് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വേർഷൻസിലൊക്കെ നോക്കുമായിരുന്നെങ്കിൽ 64 ആയിരുന്നു ഈ ഒരു ഐഫോൺ 12 12 മിനിയിലൊക്കെ ലഭ്യമായത്. എന്നാൽ ഇവിടെ നമ്മുടെ 13ലേക്ക് വരുമ്പോഴത്തേക്ക് ഐഫോൺ 13ലും 13 മിനിക്കും ലഭ്യമാകുന്നത് മിനിമം സ്റ്റോറേജ് എന്ന് പറയുന്നത് 128ഉം കൂടാതെ 512 GB ആണ് അവരുടെ ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത്. 12 സീരീസ് വരെ ഉള്ളതിൽ നമുക്ക് ഈ ഒരു മിനിക്കും അതുപോലെ തന്നെ ആ ഒരു 12 ഒന്നും 512 GB ഇല്ലായിരുന്നു. 256 ആയിരുന്നു ആ ഒരു ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് 512 GB ആയിട്ടുണ്ട്. കൂടാതെ പ്രോ സീരീസിലൊക്കെ 128, 256, 512, 1 TB വരെ അങ്ങനെ 4 വേരിയൻസിൽ ലഭ്യമാകും എന്നുള്ളതാണ്. ഉക്രൈൻ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കളേഴ്സ് ഐഫോൺ 30ക്കും 13 മിനിക്കും ബ്ലാക്ക്, ബ്ലൂ, പേർപ്പിൾ, പിങ്ക്, വൈറ്റ്, റെഡ് എന്നിങ്ങനെ 6 കളേഴ്സിലും ഐഫോൺ 13 പ്രോ വേർഷൻസിന് ബ്ലാക്ക്, സിൽവർ, ഗോൾഡ്, ബ്രോൺസ് എന്നിങ്ങനെ 4 കളേഴ്സിലും ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഈ ഒരു ഉക്രൈനിയൻ വെബ്സൈറ്റിൽ കാണുന്നതെന്ന് വെച്ചാൽ 64 GB ആണ് അവരുടെ ആ ഒരു മിനിമം ഇന്റർണൽ സ്റ്റോറേജ് ഐഫോൺ 13ലും 13 മിനിലും. അതുപോലെ തന്നെ പ്രോ വേർഷൻസിലാണെങ്കിൽ 512 GB വരെ എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവന്മാർ എന്തൊക്കെയോ വെറുതെ എഴുതി വെച്ചേക്കുവാണെന്ന്. എന്തായാലും ഇന്ന് 10:30 കൂടിയിട്ട് ഇതിനൊക്കെ തന്നെ ഒരു പരിസമാപ്തി കുറിക്കുന്നതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ബോൾട്ട് ഓഡിയോ എയർബേസ് എക്സ്പോർട്സ് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ആയിട്ടുണ്ട്. വൈറ്റ്, ബ്ലാക്ക് എന്നിങ്ങനെ 2 കളേഴ്സിൽ 999 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുക. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടോട്ടൽ പ്ലേ ടൈം നമുക്ക് 20 മണിക്കൂറാണ്. സിംഗിൾ ചാർജിൽ 5 മണിക്കൂറും. ജസ്റ്റ് ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റും ഒക്കെ പ്ലേ ടൈം ലഭ്യമാകും. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ബ്ലൂടൂത്ത് വേർഷൻ 5.1 ഒക്കെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട മറ്റുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ഹാഫ് ഇൻ ഇയർ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തോളൂ. കൂടാതെ 2 ദിവസത്തിനകത്ത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ സാംസങ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. സാംസങ് ഗാലക്സി S22 അടുത്ത വർഷം ജനുവരിയിൽ നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ലോഞ്ച് ഇവിടെ വരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ആ ഒരു S22ൽ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും ഇത്തവണ എക്സിനോക്സിന് പകരം. എന്തായാലും ഈ ഒരു എക്സിനോക്സും സ്നാപ്ഡ്രാഗനും ഒക്കെ കാണും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 898 ചിപ്സെറ്റോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ലഭ്യമാകുക. എക്സിനോക്സ് 2200 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ട് യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റുള്ള റീജിയൻസിലൊക്കെ ഉണ്ടാകും. കൂടാതെ അമേരിക്കയിൽ പൊതുവെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അവരൊന്ന് മാറി ചിന്തിക്കുവാണ്. US എക്സിനോക്സ് ചിപ്സെറ്റ് കൊണ്ടുവയ്ക്കാനുള്ളൊരു ചിന്ത ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും അത് നമ്മൾ കൺഫേം ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കേട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യ, ചൈന, ഹോങ്കോങ്, കൊറിയ എന്നിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു സ്നാപ്ഡ്രാഗൺ 898 ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി S22 സീരീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ 200 MB പ്രൈമറി ക്യാമറയാണ്. ഒളിമ്പസ് ബ്രാൻഡിന്റെ ആ ഒരു ക്യാമറയൊക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതൽ ലഭ്യമാകുന്നത്. കൂടാതെ 120 Hz റിഫ്രഷ് റേറ്റും S22ലും S22 പ്ലസിലും ട്രിപ്പിൾ റെയർ ക്യാമറയോട് കൂടിയിട്ട് S22 അൾട്രയിൽ ക്വാഡ് റെയർ ക്യാമറ ആയിരിക്കും. 6.06 ഇഞ്ച് ഡിസ്പ്ലേയും 16 MB ഫ്രണ്ട് ക്യാമറയൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വാട്സപ്പ് 43 ഫോണുകളിൽ അവരുടെ സേവനം സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ വരുന്ന 2021 നവംബർ 1 ആൻഡ്രോയിഡ് 4.0.0.3 ഐസ്ക്രീം സാൻഡ്വിച്ച്, iOS 9 അതുപോലെ തന്നെ KaiOS 2.5.0 അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്ന വേർഷനിലുള്ള എല്ലാ പ്രോഡക്റ്റുകളിലും ഈ ഒരു സേവനം അവർ സ്റ്റോപ്പ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഐഫോൺസിലും അതിന് ലേറ്റസ്റ്റ് ആയാൽ പോലും അതിനകത്ത് ഇനി വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫെബ്രുവരി 2020 അതായത് കഴിഞ്ഞ വർഷം ആൻഡ്രോയിഡ് 2.3.7ലും അതുപോലെ തന്നെ അതിനേക്കാളും താഴ്ന്ന വേർഷനിലും iOS 8ലും ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു 2021 നവംബർ 1 അവർ 43 ഫോണുകളിൽ 4.0.0.3 ഐസ്ക്രീം സാൻഡ്വിച്ചിന് ശേഷമുള്ള പ്രോഡക്റ്റുകളിൽ നിന്നൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ OS അപ്ഗ്രേഡ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കേണ്ടി വരും ഇനി വാട്സപ്പ് യൂസ് ചെയ്യാനായിട്ട്. ഇനി അവരുടെ റെക്കമെൻഡ്സ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിന്റെ 4.1 ജെല്ലി ബീനും iOS 10ഉം കൂടാതെ KaiOS 2.5.1 അല്ലെങ്കിൽ മുകളിലുള്ള വേർഷൻസിനാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്
ടെക്നോ സ്പാർക്ക് 8 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ, മീഡിയടെക്കിൻ്റെ ഹീലിയോ P22 പ്രോസസ്സറും 2GB 64GB സ്റ്റോറേജിൽ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും 256 വരെ. 16 MB പ്രൈമറി ക്യാമറയും 8 MB സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്. 500 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു പ്രോഡക്റ്റിന് 7,999 രൂപയാണ് വില എന്ന് പറയുന്നത്. ലെനോവോ K14 ഗീക്ക് ബെഞ്ചിൽ അപ്പിയർ ആയിട്ടുണ്ട്. യൂണിസോക്കിൻ്റെ ഒരു പ്രോസസ്സറും കൂടാതെ 2GB റാമും ആൻഡ്രോയിഡിൻ്റെ ലെവലിലും ഒക്കെയാണ് ഈ ഒരു ഗീക്ക് ബെഞ്ച് സ്കോർ ടെസ്റ്റ് ചെയ്തത്. സിംഗിൾ കോർ സ്കോർ നോക്കുകയാണെങ്കിൽ 274, മൾട്ടി കോർ സ്കോർ നോക്കുകയാണെങ്കിൽ 711 ആണ്. എന്തായാലും ഒരു 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകാൻ പോവുക, അല്ലെങ്കിൽ ലോഞ്ച് ആകാൻ പോവുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ നമുക്കറിയാൻ സാധിക്കും. ഇനി ജിയോബുക്ക് BIS സർട്ടിഫൈഡ് ആയെന്നുള്ളതാണ്. 3 മോഡൽസിലാണ് ആക്ച്വലി സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. NB111A2MW, NB1148QMW, NB1112MM. ഈ ഒരു 3 പ്രോഡക്റ്റുകളുടെ പേര് മാത്രമല്ലാണ്ട് വേറൊന്നും തന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിന് മുന്നേ വന്ന റൂമേഴ്സ് എന്നൊക്കെ പറയുന്നത് HD ഡിസ്പ്ലേയും കൂടാതെ സ്നാപ്ഡ്രാഗൺ 665 ചിപ്സെറ്റും അതേപോലെ തന്നെ 4GB LPDDR4 റാമും, കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 4G LTE, മിനി HDMI, ഡ്യുവൽ ബാൻഡ് വൈഫൈ കൂടാതെ ബ്ലൂടൂത്ത് ഒക്കെയാണ്. എന്തായാലും ഈ ഒരു BIS സർട്ടിഫിക്കേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ജിയോബോക്ക് ലാപ്ടോപ്പിന്റെ ലോഞ്ച് അടുത്ത് തന്നെ ആ ഒരു ഒഫീഷ്യൽ ലോഞ്ചിനുള്ളത് അനൗൺസ് ചെയ്യുന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ബുക്ക് ബസാർ ഡേയ്സ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. സ്മാർട്ട് ഹോം ഡേയ്സ് അപ് ടു 50% ഓഫിൽ നമുക്ക് സ്മാർട്ട് ബൾബ്, പ്ലഗ്, സ്പീക്കേഴ്സ് ഒക്കെ കിട്ടും. കൂടാതെ എവറി ഡേ എസെൻഷ്യൽ അപ് ടു 30% ഓഫും. TV അപ്ഗ്രേഡ് ഡേയ്സ് 14 മുതൽ 16 വരെ ഉണ്ട്, അപ് ടു 55% ഓഫാണ്. ഗ്രാൻഡ് ഗെയിമിംഗ് ഡേയ്സ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ് ടു 50% ഓഫിൽ നമുക്ക് ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാം. ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ബജറ്റ് ധമാക്ക ഇന്നും നാളെയും കൂടെ ഉണ്ട്. അതായത് 14-15 തീയതികളിൽ അപ് ടു 80% നമുക്ക് സാധനങ്ങൾ, ഡ്രസ്സ്, ഷൂ അല്ലെങ്കിൽ മറ്റുള്ള ആക്സസറീസ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ ടെക് നോട്ട്സിൻ്റെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.